ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. ഈ ടേം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആർ സ്പെഷ്യൽ കോമ്പിനേഷൻസ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു വൈ, ഇ റേസ് ടു എക്സ് പ്ലസ് വൈ, ഇ റേസ് ടു ലോക്സ്, ഇങ്ങനത്തെ കുറേ എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് ടൈമാണ് എന്ത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വരുന്ന എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസിൻ്റെ കോമ്പിനേഷൻ, സ്പെഷ്യൽ കോമ്പിനേഷൻസ് ആണ് എന്ത് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. These functions are used to solve many important engineering problems. എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിലാണിത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വെച്ചാൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന് ഡെഫിനിഷനാണ് ഹൈപ്പർബോളിക് സൈൻ ഓഫ് എക്സ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് സൈൻ എച്ച് എക്സ്. അതായത് ഹൈപ്പർബോളിക് സൈൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർബോളിക് കൊസൈൻ ഓഫ് എക്സ് ആണ് എന്തരും കോസ് എച്ച് എക്സ് ആയിരിക്കും. ഹൈപ്പർബോളിക് ടാൻ ഓഫ് എക്സ് എന്തായിരിക്കും? ടാൻ എച്ച് എക്സ് ആയിരിക്കും. കൊസീക്ക് എച്ച് എക്സ്, സീക്ക് എച്ച് എക്സ്, കോട്ട് എച്ച് എക്സ്, ഇങ്ങനെ ആയിരിക്കും സീക്കിനും കൊസീക്കിനും കോട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. ഓക്കെ, ഹൈപ്പർബോളിക് സൈൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. ദെൻ ഹൈപ്പർബോളിക് കൊസൈൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. ദെൻ സൈൻ എച്ച് എക്സും കോസ് എച്ച് എക്സും കിട്ടിയ ബാക്കിയുള്ള എല്ലാ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് നമുക്ക് എന്തായാലും ഡിറൈവ് ചെയ്യാൻ പറ്റും അല്ലേ. ദെൻ ദ പ്രിഫിക്സ് ഹൈപ്പർബോളിക് ഈസ് ഡ്യൂ ടു ദി ഫാക്ട് ദീസ് ഫങ്ഷൻസ് ആർ റിലേറ്റഡ് ടു ജോമെട്രിക്കലി ടു എ ഹൈപ്പർബോള ഇൻ മച്ച് ദ വേ സെയിം വേ ആസ് ദ ട്രിഗ്നോമെട്രിക് സർക്കുലർ ഫങ്ഷൻസ് ആർ റിലേറ്റഡ് ടു എ സർക്കിൾ. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് കേസിൽ ട്രിഗ്നോമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഹൈപ്പർബോളിക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൻ്റെ മീൻസ് ചെയ്യുന്നത് ജോമെട്രിക്കലി ഹൈപ്പർബോളിക് ഫങ്ഷൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഹൈപ്പർബോളയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ജോമെട്രിക്കലി ഹൈപ്പർബോളയ്ക്ക് ഈക്വൽ ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു. ദെൻ സൈൻ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു എന്തുവരും? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. കോസ് എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. ദെൻ സൈൻ എച്ച് എക്സും കോസ് എച്ച് എക്സും കിട്ടിയാൽ ടാൻ എച്ച് എക്സ് എന്തായിരിക്കും? സൈൻ എച്ച് എക്സ് ബൈ കോസ് എച്ച് എക്സ്. ദാറ്റ് ഈസ് ടാൻ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് ബൈ കോസ് എച്ച് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഓർ ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. 2 ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. ദെൻ കോട്ട് എച്ച് എക്സ് നമുക്ക് എന്തായിരിക്കും? കോസ് എച്ച് എക്സ് ബൈ സൈൻ എച്ച് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ദെൻ സീക്ക് എച്ച് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് എച്ച് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു 2 ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. Similarly, cosec hx is equal to 1 by sin hx plus 1 by sin hx, that's equal to 2 by e raised to x minus e raised to minus x. That is hyperbolic sin of x ഉം hyperbolic cosine of x നമുക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വരുന്ന ടാനും കോട്ടും സീക്കും കൊസീക്കും ഒക്കെ നമുക്ക് എന്ത് പറ്റും? ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു റിമാർക്ക്, ദ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആർ പീരിയോഡിക് അല്ലേ. നമുക്കറിയാം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആയിട്ടുള്ള സൈനും കൊസൈനും ഒക്കെ എന്താണ്? പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് 2π. ഓക്കെ, അതുപോലെ ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പീരിയോഡാണല്ല നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ പീരിയോഡിക്. ദാറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് പ്ലസ് 2π ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ടാൻ ഓഫ് എക്സ് പ്ലസ് 2π ഈക്വൽ ടാൻ എക്സ് എക്സെട്ര. ബട്ട് ദി ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആർ നോട്ട് പീരിയോഡിക്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എന്താണ്? പീരിയോഡിക് അല്ല. They differ greatly in the ranges of values they assumes. Sin x varies between -1 and +1. ഓക്കെ, അത് ഓസിലേറ്റ് ചെയ്യുക സൈൻ എക്സ്. പക്ഷേ സൈൻ എച്ച് എക്സ് വാരീസ് ഫ്രം -∞ ടു ഇൻഫിനിറ്റി ആണ്, വിച്ച് സ്റ്റഡി ഇൻക്രീസസ്. സൈൻ എക്സ് എന്താണ്? നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഗ്രാഫ് എടുത്തൊക്കെ നമുക്കറിയാം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോകുന്ന പോലെ വരിക. പക്ഷേ സൈൻ എച്ച് എസിൻ്റെ എന്താണ്? സ്റ്റഡിലി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക -∞ +∞ സിമിലർലി കോസ് എക്സ് എന്താണ്? -1 ടു +1 വാരി ചെയ്യും. അതെന്താണ്? അതും ഓസിലേറ്റ് ചെയ്യാണ് ചെയ്യാറ് ഇതുപോലെ തന്നെയാണ്. പക്ഷേ കോസ് എച്ച് എക്സ് എന്താണ്? +∞ ടു +1 ദെൻ +1 ടു ഇൻഫിനിറ്റിയിലേക്കാണ് വേരി ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് +∞ +1 പോകുന്നു, വീണ്ടും +∞ തന്നെ പോവുകയാണ് കോസ് എച്ച് എക്സ് ചെയ്യുക. ദെൻ മോഡ് സീക്ക് എക്സ് ഈസ് നെവർ ലെസ് ദാൻ 1. മോഡ് സീക്ക് എക്സ് എന്താണ്? 1നേക്കാളും താഴാറില്ല. പക്ഷേ സീക്ക് എച്ച് എക്സ് എന്താണ്? നെവർ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഈസ് ആൾവേസ് പോസിറ്റീവ്. ഓക്കെ, ദെൻ ടാൻ എക്സ് എന്താണ്? -∞ ടു +∞ വാരി ചെയ്യുന്നു. പക്ഷേ ടാൻ എച്ച് എക്സ് എന്താണ്?
-1 to +1 വേരി ചെയ്യുക. ദെൻ കുറച്ച് കേസ് നമുക്ക് നോക്കാം. ഫോർ ലാർജ് വാല്യൂ ആൻഡ് പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് cos hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് sin hx, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1/2 e⁻x ആണ്. tan hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു cot hx ആയിട്ട് വരും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 വരും. അതുപോലെ sec hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു cosec hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2e⁻x, ദാറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിട്ട് വരും. ദെൻ ഫോർ എക്സ് നെഗറ്റീവ് അതുപോലെ തന്നെ മോഡ് എക്സ് ലാർജ് വാല്യൂ ആയിട്ട് വരുന്നത്, നെഗറ്റീവ് ലാർജ് വാല്യൂ വരുന്ന കേസിൽ cos hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ് -sin hx, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് 1/2 e⁻x ആണ്. അതുപോലെ tan hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു cot hx, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -1. അതുപോലെ sec hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -cosec hx അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2e⁻x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ദെൻ ഒരു റിമാർക്ക്, നെക്സ്റ്റ് റിമാർക്ക്, ഇഫ് f of -x is equal to f of x, f of -x f of x അപ്പോൾ വരുന്ന ഫംഗ്ഷൻ ഈവൻ ആവുന്ന കേസ്. അതുപോലെ f of -x is equal to -f of x അപ്പോഴേ വരിക, അത് ഓഡ് ഫംഗ്ഷൻ ആവുന്ന കേസ്. ദാറ്റ് ഈസ് f of -x is equal to f of x, which is even function, and if f of -x is equal to -f of x, ഇവിടെ കറക്റ്റ് ചെയ്യുക -f of x ആണ്. ഓക്കെ, അപ്പോഴാണ് ഓഡ് ഫംഗ്ഷൻ ആവുക, അല്ലാത്ത കേസ് അത് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യുക f of -x is equal to -f of x ആണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആയിട്ട് വരും. എവറി ഫംഗ്ഷൻ f of x can be written as the combination of even and odd function. ഏതൊരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻസിൻ്റെയും കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ആണ് f of x is equal to f of x plus f of -x by 2, എന്താണ് ഈവൻ പാർട്ടായിട്ട് വരും, പ്ലസ് f of x minus f of -x by 2, ഇത് ഓഡ് പാർട്ടാണ്. f of x plus f of -x by 2 plus f of x minus f of -x by 2 ആണ് എന്താണ്, രണ്ടിനും ഡിനോമിനേറ്റർ എന്താണ് 2 ആണ്, നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് f of x ഇവിടെ ഉണ്ട്, ഇവിടെ പ്ലസ് f of x, അപ്പോൾ 2f of x വരും. ഇവിടെ f of -x ഇവിടെ -f of x ക്യാൻസൽ ചെയ്ത് പോകും, അപ്പോൾ 2f of x മുകളിൽ വരും, താഴത്ത് 2 ഉണ്ട്, ദാറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്തിട്ട് f of x വരും. ദാറ്റ് ഈസ് ഏതൊരു ഫംഗ്ഷൻ നമുക്ക് ഈവൻ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻ്റെയും കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. From the definition of the hyperbolic sine and cosine functions, sin of sin hs of -x is equal to നമ്മൾ sin hx എക്സിന് പകരം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, e⁻x minus of -x by 2, that's equal to e⁻x minus e⁻x by 2, that is minus ന്യൂമറേറ്റർ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ minus of e⁻x minus e⁻x by 2 വരും. ദാറ്റ് ഈസ് e⁻x minus e⁻x by 2 എന്താണ്, sin hx ആണ് ഇവിടെ മൈനസ് സൈൻ ഉണ്ട്, ദാറ്റ് ഈസ് മൈനസ് sin hx. ദാറ്റ് ഈസ് sin h of -x ആണെങ്കിലും മൈനസ് sin hx ഒന്നും, ദാറ്റ് ഈസ് f of -x is equal to -f of x ആവുന്ന കേസ് എപ്പോഴാണ്, ആ ഫംഗ്ഷൻ ഓഡ് ആവുന്ന കേസ്. therefore sin hx is an odd function. ഓക്കെ, അതുപോലെ cos h of -x നോക്കാം, e⁻x plus e⁻x by 2, that is e⁻x plus e⁻x by 2 വരും. that is cos h of -x equal to എന്ത് വന്നു, cos hx വരുന്നു. that is f of -x is equal to f of x വരുമ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയിട്ട് വരും. സോ cos hx എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ആൾസോ വി ക്യാൻ റൈറ്റ് e⁻x, അപ്പോൾ നമുക്ക് e⁻x നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഈവൻ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻ്റെയും ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ പറഞ്ഞു cos hs എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, sin hx എന്താണ്, ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സോ e⁻x നമ്മൾ നേരത്തെ f of x കാണിച്ചതുപോലെ e⁻x plus e⁻x by 2 plus e⁻x minus e⁻x by 2, e⁻x plus e⁻x by 2 ആണ് എന്താണ്, cos hx ആണ്, e⁻x minus e⁻x by 2 ആണ് എന്താണ്, sin hx ആണ്. that is cos hx plus sin hx, അതായത് cos hx ആണ് ഈവൻ ആണ്, sin hx ഓഡ് ആണ്. hence hyperbolic sine and cosine function of x can be considered as the even and odd part of the exponential of x, that is e⁻x നമുക്ക് cos hxന്റെ sin hxന്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും, അതായത് ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് e⁻x നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ അതിൽ കുറേ ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എക്സെട്ര സംതിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ നമുക്ക് ഹൈപ്പർബോളിക് ഐഡൻറ്റിറ്റീസ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ദാറ്റ് ഈസ് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോസ് എച്ച് എക്സ് നമുക്കറിയാം, സൈൻ എച്ച് എക്സ് അറിയാം, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക e⁻x പ്ലസ് e⁻x by 2 ദി സ്ക്വയർ മൈനസ് e⁻x minus e⁻x by 2 ദി ഹോൾ സ്ക്വയർ വരും. ഇത് നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ നമ്മൾ a മൈനസ് ബി ഹോൾ സ്ക്വയറും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, കറക്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് e⁻2x പ്ലസ് e⁻−2x പ്ലസ് e⁻x into e⁻−x
minus e raised to 2x minus e raised to minus 2x plus 2 into e raised to x e raised to minus x by 4 കാരണം രണ്ടിന് ഡിനോമിനേറ്റർ 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ 4 ന്യൂമിനേറ്റർ e raised to x plus e raised to minus x ഇത് സ്ക്വയർ പറഞ്ഞാൽ a plus b ഹോൾ സ്ക്വയർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ e raised to x minus e raised to minus x ആണ് ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് a minus b ഹോൾ സ്ക്വയർ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി മുകളിൽ നോക്കാം. ഇവിടെ e raised to 2x ഇവിടെ മൈനസ് e raised to x ക്യാൻസൽ ചെയ്യും. e raised to minus 2x ഇവിടെ മൈനസ് e raised to x ക്യാൻസൽ ചെയ്യും. ഇവിടെ 2 e raised to x e raised to minus x ഇവിടെ 2 e raised to x e raised to minus x ഉണ്ട്. e raised to x into e raised to y ആണെന്നാണ് e raised to x plus y ആണ്. സോ e raised to x into e raised to minus x എന്ത് വരും? e raised to x plus minus x ദാറ്റ് ഈസ് e raised to 0 വരും. നമുക്കറിയാവുന്നതാണ് e raised to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 0 ഈക്വൽ ടു 1 ആണ്. സോ മുകൾ ഭാഗം എന്ത് വരും? 2 plus 2 പറഞ്ഞാൽ 4 ആയിട്ട് വരും. ദാറ്റ് ഈസ് 4 e raised to 0 by 4 വരും. ദാറ്റ് ഈസ് e raised to 0 1 ആയതുകൊണ്ട് 4 by 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. ദാറ്റ് ഈസ് cos h square x മൈനസ് sin h square x is equal to 1. ഇതാണ് ഫസ്റ്റ് ഹൈപ്പർബോളിക് ഐഡന്റിറ്റി ഇക്വേഷൻ നമ്പർ 1. നൗ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡിങ് ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ 1 by cos h square x. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ചെയ്യുക? cos h square x നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ cos h square x by cos h square x എന്നൊരു 1 വരും. sin h square x by cos h square എന്നാൽ tan h square x വരും. 1 by cos h square എന്നാൽ sec h square. ദാറ്റ് ഈസ് 1 മൈനസ് tan h square x മൈനസ് sec h square x നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. tan h square x പ്ലസ് sec h square ഈക്വൽ ടു 1 ഇക്വേഷൻ നമ്പർ 2. ഇത് വേറൊരു ഐഡന്റിറ്റി. ദെൻ നമ്മൾ ഇവിടെ cos h square ഡിവൈഡ് ചെയ്തപോലെ നമ്മൾ എന്ത് ചെയ്യുക? sin h square ഡിവൈഡ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് cot h square x മൈനസ് cosec h square x ഈക്വൽ ടു 1 ഇക്വേഷൻ 3. അതൊരു വേറെ ഐഡന്റിറ്റിയാണ്. അതുപോലെ നമ്മൾ sin x പ്ലസ് വൈ cos x പ്ലസ് വൈ എന്നൊക്കെ ഇതുപോലെ നമുക്ക് ഇവിടെ sin h x cos h ടൈം അതുപോലെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് sin h x പ്ലസ് വൈ ഈക്വൽ ടു sin h x cos h y പ്ലസ് cos h x sin h y. cos h x പ്ലസ് വൈ ഈക്വൽ ടു cos h x cos h y പ്ലസ് sin h x sin h y. This in turn when we take x is equal to y, x is equal to y ആവുന്ന കേസിൽ ഈ രണ്ട് ഇക്വേഷനും x is equal to y ആവുമ്പോൾ നമുക്ക് എന്ത് വരും? sin h to x is equal to sin h x cos h x cos h to x is equal to cos h square x plus sin h square x ആയിട്ട് വരും. The second of these together with the identity cos h square x plus minus sin h square equal to 1. നമുക്കറിയാം cos h square x minus sin h square equal to 1 നമ്മളവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. leads to useful half angle formula, that is cos h x by 2 equal to root of cos hx plus 1 by 2 and sin x by 2 equal to plus or minus cos hx minus 1 by 2. Okay, the next remark, since cos h square x minus sin h square x is equal to 1, the points with the coordinate x is equal to cos hx and y equal to sin hx lies on the unit hyperbola. cos h square x minus sin h square equal to 1 എന്നതായതുകൊണ്ട് x is equal to cos h x ഉം y equal to sin h x മൈനസ് ഒരു യൂണിറ്റ് ഹൈപ്പർബോളയിലെ പോയിന്റ് ആയിരിക്കും x ഉം y എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം cos x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഒരു സർക്കിളിന്റെ യൂണിറ്റ് സർക്കിളിന്റെ ഇക്വേഷൻ ആണ് വിത്ത് ഒറിജിൻ സെൻറ്റർ ആയിട്ട് വരുന്ന കേസിൽ, സെൻറ്റർ ഒറിജിൻ ആയിട്ട് വരുന്ന കേസ്. അതുപോലെ ഇവിടെ cos h square x മൈനസ് sin h square ഈക്വൽ ടു 1 എന്നാൽ എന്താണ്? ഒരു യൂണിറ്റ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ അത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഗിവൺ sin h x is equal to minus 3 by 2, find the other 5 hyperbolic function. നമുക്ക് sin h x എന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് cos h x ഉം tan h x ഉം cosec h x ഉം cot h x ഉം ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഗിവൺ sin h x is equal to minus 3 by 4, then we know that cos h square x minus sin h square equal to 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? sin h square x ഇക്വേഷൻ നമുക്കറിയാം. ദെൻ cos h നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഈ sin h square അപ്പുറം കൊണ്ട് അപ്പം എന്ത് വരും? cos h square x is equal to എന്തൊരു 1 plus sin h square x വരും. അപ്പോൾ സ്ക്വയർ ഒഴിവാക്കണിച്ച് രണ്ട് ഭാഗത്ത് റൂട്ട് എടുക്കുക. therefore we get cos h x is equal to എന്ത് വരും? root of 1 plus sin h square x വരും. that is sin h square x ആണ് നമുക്കറിയാവുന്നതാണ് minus 3 by 4 whole square ആണ്. that is 1 plus minus 3 by 4 the whole square, that's equal to root of 1 plus 9 by 4 16. that is നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ we get 25 by 16. root 25 by 16 root of x by y ആണ് എന്താണ്? root x by root y ആണ്. സോ ഇവിടെ root 25 by root 60 വരും. that is 5 by 4 ആണ്. കാരണം root 25 എന്നാൽ 5 ആണ്, root 16 എന്താണ്? 4 ആണ്. ഓക്കെ, നമ്മളിവിടെ എന്തുകൊണ്ട് ഇവിടെ നമുക്കറിയാം സ്ക്വയർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ആണ് ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് പ്ലസ് മാത്രം എടുത്തു? നെഗറ്റീവ് വാല്യൂ ഈസ് നോട്ട് ടേക്കൺ സിൻസ് cos h x ഈസ് ആൾവേസ് പോസിറ്റീവ്. cos h x എപ്പോഴും പോസിറ്റീവ് ആണ്, കാരണം ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ നെഗറ്റീവ് വാല്യൂ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്.
Okay, then tan hx ആണ് sin hx by cos hx, that is minus 3 by 4 by 5 by 5, sorry 5 by 4, that's equal to minus 3 by 5 വരും. cot hx 1 by tan hx ആണ്, that is equal to 1 by minus 3 by 5, that's equal to minus 5 by 3 വരും. sec hx ആണെങ്കിൽ 1 by cos hx ആണ്, cos hx ഉം sin hx ഉം നമുക്ക് അറിയാം. then 1 by 5 by 4 equal to 4 by 5, then cosec hx is equal to 1 by sin hx, that's equal to 1 by minus 3 by 4, that's equal to minus 4 by 3. Okay. Then next, show that cos hx plus sin hx all raised to n equal to cos h nx plus sin h nx, where n is any integer. Okay. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ പോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ തരും, അത് സൈനോ കോസോ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഈ ഹൈപ്പർബോളിക് ഐഡന്റിറ്റീസ് നമുക്ക് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ഓക്കെ, സൈൻ എച്ച് എക്സ് എന്നാൽ കോസ് എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഹൈപ്പർബോളിക് ഐഡന്റിറ്റി യൂസ് ചെയ്യണം. സൈൻ എച്ച് എക്സും കോസ് എച്ച് എക്സും കിട്ടിയാൽ പിന്നെ നമുക്ക് ടാൻ എച്ച് എക്സും കോട്ട് എച്ച് എക്സും കൊസീക്കും സീക്കും കോട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എന്നാണ്. കോസ് എച്ച് എൻ എക്സ് പ്ലസ് സൈൻ എച്ച് എൻ എക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അവിടെ എൻ എന്ന് പറഞ്ഞാൽ എനി ഇൻറ്റീജർ ആണ്. Then we have cos hx ആണ് നമുക്ക് അറിയാവുന്നതാണ്, e raised to x plus e raised to minus x by 2 ആണ്. അതുപോലെ sin hx ആണ് e raised to x minus e raised to minus x by 2. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ നമുക്ക് കാണിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, രണ്ടും കൂടി ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ cos hx plus sin hx നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, e raised to x plus e raised to minus x by 2 plus e raised to x minus e raised to minus x by 2. നമ്മൾ ഓൾറെഡി ചെയ്താണ്. cos hx plus sin hx ആണ് എന്താണ്, e raised to x ആണ്. This equal to e raised to x എന്ന് കിട്ടി. That is cos hx plus sin hx all raised to n ആണ്, നമുക്ക് എന്ത് കിട്ടും, ഇത് all raised to n, that is e raised to x all raised to n, that is e raised to nx വരും. Hence cos hx plus sin hx all raised to n equal to എന്ത് വരും, e raised to x all raised to n, that's equal to e raised to nx വരും. അത് ഇക്വേഷൻ നമ്പർ 1. That is റൈറ്റ് സൈഡ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, e raised to nx എന്ന് കിട്ടി. ഇനി റൈറ്റ് സൈഡ് നമ്മൾ e raised to nx ആണോ അല്ലെന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാവുന്നതാണ് cos hx എന്ന് പറഞ്ഞാൽ e raised to x plus e raised to minus x by 2 ആണ്. ബൈ ഡെഫിനിഷൻ cos h nx, എക്സിന് സ്ഥാനത്ത് nx കൊടുക്കാം, e raised to nx plus e raised to minus nx by 2 and sin h nx is equal to e raised to nx minus e raised to minus nx by 2. That is cos h nx plus sin h nx is equal to എന്ത് വരും, e raised to nx plus e raised to minus nx by 2 plus e raised to nx plus e raised to minus nx by 2. നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിന് ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ടേംസ് നമുക്ക് ഒരുപോലെ വരുന്ന ടേംസ് ഉണ്ടായിരിക്കും, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ e raised to nx പ്ലസ് e raised to nx ആണ്, അത് 2 e raised to nx വരും. e raised to minus nx e raised to minus nx ആണ് നമുക്ക് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ എന്ത് വരും, ദാറ്റ്സ് ഈക്വൽ ടു e raised to nx വരും. നമ്മൾ നേരത്തെ cos hx plus sin hx ചെയ്ത പോലെ e raised to x ഇവിടെ അവിടെ എക്സിന് പകരം nx വന്നു, അപ്പോൾ എന്ത് വരും, e raised to nx വരും. റൈറ്റ് സൈഡ് ഈക്വൽ ടു cos h nx plus sin h nx is equal to e raised to nx ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1 ഉം ഇക്വേഷൻ നമ്പർ 2 നോക്കാം. cos hx plus sin hx all raised to n equal to e raised to nx ആണ്. അതുപോലെ cos h nx plus sin h nx is equal to അതാണ് e raised to nx ആണ്. ദാറ്റ് ഈസ് 1 ഉം 2 എന്താണ്, ഈക്വൽ ആണ് അല്ലേ. സോ വി ഗെറ്റ് ഫ്രം 1 and 2 cos hx plus sin hx all raised to n equal to cos h nx plus sin h nx. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,